എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കടലപ്പരിപ്പ് ബോണ്ടയാണ്. ഈ ഒരു ചായപ്പലഹാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വടയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നല്ലൊരു ചായപ്പലഹാരം തയ്യാറാക്കാൻ പോവാം. ഇനി നമുക്ക് കടലപ്പരിപ്പ് വെച്ചിട്ട് നല്ലൊരു ചായപ്പലഹാരം തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവുള്ള കപ്പിൽ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി ഒരു കുക്കറിലേക്ക് വേവിക്കാനായിട്ട് മാറ്റാം. കടലപ്പരിപ്പ് വേവിച്ചെടുക്കുന്നതിനായിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പരിപ്പിന് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്ത് പരിപ്പ് വേവിച്ചെടുക്കരുത്. പരിപ്പ് കുക്കറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നുള്ള് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ മൂടി ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൽ നിന്ന് നന്നായിട്ട് ആവി വന്നു തുടങ്ങുമ്പോഴേക്കും നമുക്ക് വെയിറ്റിട്ട് കൊടുക്കാം. ഇനി ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് പലഹാരം പൊരിച്ചെടുക്കാനുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് ആദ്യമേ ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. 1/4 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിയിൽ കട്ടയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നേരത്തെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കട്ടയെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ടാണ്. ഞാനിവിടെ വീട്ടിൽ തന്നെ അരി പൊടിച്ച് വറുത്തെടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ കട്ടയുള്ളത്. നിങ്ങൾ കട്ടയില്ലാത്ത പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള പൊടികളും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ അരിപ്പൊടി ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അധികം ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അല്പം കട്ടിക്കാണ് നമുക്ക് ഈ ബാറ്റർ കലക്കി എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അയവിനാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കരുത്. ഇതുപോലെ ഒരു അയവ് ആയാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അങ്ങനെ ഒരു 6 വിസിൽ കൊണ്ട് നമ്മുടെ പയറിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിന്റെ എയറെല്ലാം ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. പരിപ്പ് വെള്ളമൊന്നും ഇല്ലാതെ നല്ലോണം തന്നെ വേവായി വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കണ്ടോ, ഇതേ ഒരു രീതിയിലാണ് വെന്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പരിപ്പിനെ ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കാം. ഒരു തരി പോലും വെള്ളം ഇല്ലാതെ നല്ലോണം തന്നെ വെന്ത് കുടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വെന്ത് കിട്ടേണ്ടത്. ഈ നല്ലോണം തന്നെ ഒന്ന് കൈകൊണ്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഈ പരിപ്പിനെ മാറ്റാം. വെന്ത് വന്നിട്ടുള്ള പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഒരു തരി പോലും വെള്ളം ഇല്ലാതെ വേണം കേട്ടോ പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ചേർക്കുന്നത് ഒരു ചെറിയ അരമുറി നാളികേരം തിരുമിയതാണ്. അത് നമുക്ക് ചേർക്കാം. കൂടെ തന്നെ 1/4 കപ്പോളം ശർക്കര പൊടിച്ചതാണ്. ശർക്കര പൊടിക്കും വളരെ മധുരം കുറവായിരിക്കും. ഈ ശർക്കര പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവില് ഏലക്കപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവില് നല്ല ജീരകമാണ്. നല്ല ജീരകം കൂടെ ചേർക്കാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ശർക്കരപ്പൊടി ഈ പരിപ്പിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടണം. അതുവരെയും കൈകൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞാൽ മതിയാകും. ഇനിയിപ്പോൾ ശർക്കര പാനിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ശർക്കര പാനി നല്ലതുപോലെ വറ്റിച്ച് അതിലേക്ക് പരിപ്പും നാളികേരവും ഒക്കെ ചേർത്ത് തയ്യാറാക്കാം. അങ്ങനെ പരിപ്പ് നല്ലോണം ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉരുളകളാക്കി എടുക്കാം. അതുകൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് തന്നെ കുഴച്ചെടുക്കാം. ഇതുപോലെയാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഉരുട്ടിയ ബോൾ മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. രണ്ടാമത്തെ ബോളും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ എല്ലാ ബോളും നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബോളെല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എടുത്ത 1 കപ്പ് പരിപ്പിൽ നിന്നും ഇത്രയും ബോളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊക്കെ ബോളാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും ബോളാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇനി ഒരു അയൺ പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഈ പാനിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ബോള് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മാവ് നല്ലതുപോലെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിലേക്ക് ബോൾ ഇട്ട് കൊടുക്കാം.
അടുത്തത് നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. മാവ് കൂട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കരുത്. അങ്ങനെ വരുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ആ പുറം ഭാഗം അധികം കട്ടിയില്ലാതെ തന്നെ ആയി കിട്ടും. അങ്ങനെ രണ്ടാമത്തെ ബോളും എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. 4 ബോളാണ് ഞാനിപ്പോൾ ആദ്യമേ പൊരിക്കാൻ എണ്ണയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ താഴെ ഭാഗം ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ താഴെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ ആദ്യ പലഹാരം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം. എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു തരി പോലും എണ്ണയൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് മുരിയിച്ചെടുക്കാനും സാധിക്കും. ഒന്നും കൂടെ മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കടലപ്പരിപ്പ് ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ മുരിയിച്ചെടുക്കാം. രണ്ടാമത്തെ ചായ പലഹാരവും നല്ലതുപോലെ ഒന്ന് മുരിവായി വരട്ടെ. താഴെ ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പലഹാരത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഈ ഒരു കോട്ടിങ്ങിൽ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. നമ്മുടെ എല്ലാ പലഹാരവും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ആർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായ പലഹാരമാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കില്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.